ഹലോ നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഇന്റർഫേസിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിരുന്നു. അത് മുൻ വീഡിയോയിലുണ്ട്, കാണുക. അതുപോലെ ഇന്നിനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, പിന്നെ അങ്ങോട്ട് IPO അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, ഈ ഒരു രണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോലി സ്ഥലത്ത് ഒക്കെ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. അവർ വീഡിയോ കണ്ടിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനൊരാളോട് ചോദിച്ചു, ഒരാൾ ഇതിനെക്കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് അറിയാം എന്നുള്ള രൂപത്തിൽ എന്നോട് സംസാരിച്ചു. ഞാനും സംസാരിച്ചു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണല്ലോ കുറേ വിവരങ്ങൾ എനിക്ക് അറിയാത്തത് എനിക്ക് കിട്ടും. അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണല്ലോ. അല്ലാതെ നമ്മൾ മസിൽ പിടിച്ചൊക്കെ അറിയാമെന്ന് പറയുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഈ ഷെയർ മാർക്കറ്റ് ഫീൽഡിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്ത് കേട്ടോ പറഞ്ഞത്. ആരും തെറ്റിയിരിക്കണ്ട. ഓക്കെ, അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചില തമാശകളൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു, ഈ സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ പൊതുവെ ഒരു സാധാരണക്കാരന് തോന്നുന്ന വ്യത്യാസം എന്താണ്, അതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, അത് അറിയില്ലേ, അതിനെക്കുറിച്ച് അറിയില്ലേ. അപ്പോൾ കുറച്ചൊരു തമാശ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കുക, അതേപോലെ നമ്മൾ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എവിടെ എന്ത് കാണുന്നു, അവർക്ക് ഒരു ഫേം ഉണ്ടാവും, ഒരു സ്ഥാപനം ഉണ്ടാവും. ആ സ്ഥാപനത്തിലുള്ള ആളുകളായിരിക്കും ഈ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, അതായത് നമ്മളോട് സംസാരിക്കുന്നത്. അവരവസാനം നമ്മളെ ആ ബിസിനസ്സിൽ അവരുടെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് നമ്മളെ ആകർഷിച്ച് അവർക്ക് ഫണ്ട് നമ്മളെ കൊണ്ട് ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഗുണങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഓളങ്ങളൊന്നുമില്ല. എപ്പോഴും കുറച്ച് മോശമായിട്ട് സംസാരിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം ഇതാണ്, സ്റ്റോക്സ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്ന ആളുകൾക്ക് ഒരു ഫേമോ സ്ഥാപനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ ആളുകളെ വെച്ചുകൊണ്ട് ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് അവർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താണ് സ്പ്രെഡിങ് ക്യാഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സർവീസ് ചാർജ് ഒക്കെ ആയിട്ട് അവരൊരു ആപ്പോ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ഒരു ഒരുക്കം കൂട്ടലായിരിക്കും. ബാക്കി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ, അത്രേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. തമാശ രൂപത്തിലാണെങ്കിലും അതിലൊരു സത്യം ഉണ്ടോ എന്നൊരു സംശയം ഇല്ല. നിങ്ങൾക്കില്ലേ സംശയം? ഏതൊരാളെ വീഡിയോ നോക്കിക്കൊണ്ടോ പറയുക, എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാലും സ്റ്റോക്ക് നിക്ഷേപിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ തീരുമാനം, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നിർത്തുക. അപ്പോൾ ഇവിടേക്ക് നമുക്കൊരു അട്രാക്ഷൻ കൂടുതൽ വരും ഈ സ്റ്റോക്കിലേക്ക്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പല കാര്യങ്ങളും പറയുമ്പോൾ ചില നിങ്ങൾക്ക് റിസ്ക് കുറവാണ്, അതുകൊണ്ട് റിട്ടേൺ കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. എന്നാലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേ പറയുള്ളൂ. അപ്പോൾ എനിവേ, എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഇതിൻ്റെ ബാക്കിൽ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫണ്ട് സ്വരൂപിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ രണ്ടിനെയും കുറിച്ച് സംസാരിക്കാം. അതിൽ നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് പറ്റിയത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നമ്മൾ സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ, ഏകദേശം ഒരു 500 ആളുകൾ വരുന്നൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറേ ഡെക്കറേഷൻ വേണം, അതേമാതിരി സ്റ്റേജ് സംവിധാനങ്ങൾ വേണം, ഫുഡ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, അവർക്ക് വരുന്ന ഡ്രിങ്ക്സ് കാര്യങ്ങൾ അത് കൊടുക്കണം, എല്ലാം നല്ല ബോഡിയോട് കൂടി തന്നെ വേണം. ഇതിന് കമ്പനി ആണെങ്കിൽ കമ്പനീൻ്റെ ഫണ്ട് ഉണ്ടാവും, അല്ല വീട്ടിലാണെങ്കിൽ നമ്മളെ ഫണ്ട് തന്നെ. അപ്പോൾ ഈ കാര്യത്തിന് രണ്ടിനും കൂടി ബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഇപ്പോൾ ഓരോരോ സ്ഥലത്തും പോയി ഇപ്പോൾ നമുക്ക് ഡെക്കറേഷൻ്റെ ആളുകളെ കണ്ട് അവർ നമ്മൾ സെലക്ട് ചെയ്ത് അവരുടെ റേറ്റും കാര്യങ്ങളും നോക്കി അവരെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നോക്കി ഏറ്റവും ലോ കോസ്റ്റ് ചിലവ് കുറഞ്ഞത് നോക്കി നമുക്ക് ഏൽപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടത്, ഫിഷ്, മട്ടൺ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് മേടിക്കാം. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നോക്കാം, ചെയർ, അതേമാതിരി മറ്റു കാര്യങ്ങൾ, ഡെക്കറേഷൻസ് നോക്കാം, വാഹന പാർക്കിംഗ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് തീർക്കാം. അപ്പം ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് ക്വാളിറ്റി ഉള്ളത് അത്രയും ബെറ്റർ ആയിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണമാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു മേന്മ, ആ ഒരു നമ്മുടെ സെലക്ഷൻ്റെ തിരഞ്ഞെടുക്കലിൻ്റെ മേന്മ കൊണ്ട് ഈ ആളുകളും ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്കാണെങ്കിലും നമ്മളെ വീടിനാണെങ്കിലും ഗുഡ്, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഇത്രയും ക്യാഷ് ചിലവാക്കി ചെയ്യുമ്പോൾ. അപ്പോൾ
ബട്ട് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഇതിനുള്ള കഴിവില്ല, നമുക്കിപ്പോൾ പോയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം ഞാനിത് പോയിട്ട് എന്തേൽപ്പിക്കാനാണ്? അല്ലെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, സൗണ്ട് സിസ്റ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റേ ലൈറ്റിങ് അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ധാരണകളില്ല. എങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇരുത്തണം, ആരെല്ലാം എവിടെ നിന്നെല്ലാം വരണം, സ്റ്റേജിൻ്റെ സൈസ് എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് അറിവില്ല എങ്കിൽ അതെന്തായിരിക്കും അവസ്ഥ? ഞാൻ പോയിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഫ്ലോപ്പാവും, പരിപാടി കുളമാവും, പൊളിയും. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഞാൻ പോയി മാർക്കറ്റിൽ പോയി, എനിക്ക് പോയിട്ട് ഞാൻ കുറേ മീറ്റ് സാധനങ്ങൾ, ഫിഷൊക്കെ മേടിച്ചു, വെജിറ്റബിൾസ് മേടിച്ചു. ഈ സാധനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം, എത്ര ക്വാണ്ടിറ്റി വേണം, അതിൻ്റെ ക്വാളിറ്റി എന്ത് വേണം, ഏതെല്ലാം, ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ ഏതെല്ലാം ഫിഷുകൾ വേണം, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയണം. മീറ്റ് ആണെങ്കിൽ എനിക്കറിയണം, റൈസ് ആണെങ്കിൽ എനിക്കറിയണം. ഇതറിയാത്ത ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഇതെല്ലാം ഏറ്റെടുത്ത് പോയിട്ട് ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, എത്രത്തോളം വേസ്റ്റായി പോവും, എത്രത്തോളം നമുക്ക് നശിപ്പിച്ച് കളയേണ്ടി വരും ഉപയോഗിക്കാൻ പറ്റാത്ത. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഏൽപ്പിക്കുക, പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ സ്റ്റോക്ക് ആണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. കാരണം അനലൈസിസ് എല്ലാ കാര്യങ്ങളും, എനിക്ക് ഇതിൻ്റെ ചാർട്ട് നോക്കുവാനും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുവാനും മനസ്സിലാക്കാനും കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുൻപ് കാലങ്ങളിൽ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും അറിവും എനിക്ക് സമയവും താല്പര്യവും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് നല്ലൊരു ഓപ്ഷനാണ്. 1 by 1 ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം, എന്നാൽ ജനറലായിട്ട് പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ നടക്കുന്ന, ഞാൻ പറഞ്ഞ ഓഫീസിലോ നമ്മുടെ വീട്ടിലോ നടക്കുന്ന പ്രോഗ്രാം നമ്മളൊരു യൂണിറ്റിനെ ഏൽപ്പിക്കുകയാണ്, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ പരിപാടി വളരെ ഗംഭീരമാക്കി തരും. കാരണം അവരുടെ തൊഴിൽ ഇതാണ്. ആളുകൾ റിസീവ് ചെയ്യേണ്ടത് എങ്ങനെ, എവിടെ വെച്ച് റിസീവ് ചെയ്യണം, അവർക്ക് എവിടെയൊക്കെയാണ് ഇരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഡ്രിങ്ക്സ് കൊടുക്കേണ്ടത്, വെൽക്കം ഡ്രിങ്ക്സ് എങ്ങനെ കൊടുക്കണമോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും A to Z അവരിതെല്ലാം പ്ലാൻ ചെയ്ത് തയ്യാറാക്കി ആ പരിപാടി വൻ വിജയമാക്കി അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് സമയം ഇല്ല, നമുക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുന്നു? അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച്, സ്റ്റോക്സിനെ കുറിച്ച് അറിവോ ധാരണയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനോ ഉള്ള ശേഷിയോ അറിവോ ഇല്ല എങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടായിരിക്കും ബെറ്റർ. കാരണം ഞാൻ പറഞ്ഞു, ഈവൻറ്റ് മാനേജ്മെൻറ്റിലെ ആളുകൾ ഈ പ്രോഗ്രാം എത്രത്തോളം ഭംഗിയാക്കി നമുക്ക് സന്തോഷകരമായി പര്യവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ട് മാനേജേഴ്സ് അവർ പക്ക പ്രൊഫഷണൽസ് ആണ്. അവർ നമുക്ക് ഏതെല്ലാമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണെന്നുള്ളത് അവർ സെലക്ട് ചെയ്ത് അവരൊരു ബണ്ടിലാക്കിയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാക്കിയിട്ടാണ് നമുക്ക് തരാം. അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അവരുടെ അറിവും പിന്നെ അവരുടെ എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് അവരാണ് മ്യൂച്വൽ ഫണ്ടുകൾ തയ്യാറാക്കുന്നത്, നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ആ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ആ യൂണിറ്റാണ് നമ്മൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങൾ, നമുക്ക് ഇതിൻ്റെ വരുംവരായികകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ കൂടുതൽ അനലൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചാർട്ട് നോക്കാനോ, അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുവാനോ, കമ്പനിയുടെ എത്ര കമ്പനികളുണ്ടെങ്കിൽ അവരുടെ പൂർവ്വകാലത്തെ ഹിസ്റ്ററി നോക്കാനോ, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ലോസ് നോക്കാനോ, ബാലൻസ് ഷീറ്റ് നോക്കാനോ ഇങ്ങനെയുള്ള റിസ്കുകളൊന്നുമില്ല. അതെല്ലാം ഫണ്ട് മാനേജേഴ്സ് ചെയ്യും. നമുക്ക് പൈസ കൊടുത്ത് ഇത് മേടിച്ചാൽ മാത്രം മതി. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഉദാഹരണവും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി 1 by 1 ആയിട്ട് പറയാം, ഓരോന്നായിട്ട് പറയാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഉടമസ്ഥാവകാശം പിരിച്ച് അതായത് കുറേശ്ശെ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റോക്കിൻ്റെ ഉദ്ദേശം. ഫസ്റ്റ് വീഡിയോ ഉണ്ട്, അതൊന്ന് പോയി കാണാം. എങ്ങനെയാണ് സ്റ്റോക്ക് ഉത്ഭവിക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള സ്റ്റാർട്ടിങ് മുതൽക്കുള്ള വീഡിയോ, പിന്നെ ഫസ്റ്റ് വീഡിയോ ഈ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മാഭിമാനത്തിൻ്റെ ഒരു അംശം സ്റ്റോക്കിലുണ്ട്. കാരണം ഇപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് വെച്ചാൽ ഒരു നല്ലൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ABC കമ്പനി,
ABC കമ്പനിയുടെ നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ ഒരു ഉടമസ്ഥാവകാശം ഉള്ള ഒരാളായി, ഒരു പാർട്ട്ണറായി. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് കിട്ടുക, ഒരു കമ്പനിയുടെ പാർട്ട്ണർ നമ്മളാവുക എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു ആത്മാഭിമാനം ഉണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ടോപ്പായി നിൽക്കുന്ന ഒരു കമ്പനിയാണ്, അപ്പോൾ ആ ഒരു കമ്പനി നമ്മളുമായൊരു പാർട്ട്ണറാണ്, അതിൻ്റെ ഒരു ഓഹരി നമ്മളെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മാഭിമാനത്തിൻ്റെ അംശമുണ്ട്. അതുപോലെ തന്നെ കമ്പനീൻ്റെ ഡിവിഡൻഡ് നമുക്ക് കിട്ടും. കമ്പനി ലാഭത്തിലാവുമ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് നമുക്ക് കിട്ടും. മാർക്കറ്റിൽ നമ്മളെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമുക്കനുസരിച്ചിട്ടുള്ള വാല്യൂ നമ്മളെ സ്റ്റോക്കിനും കൂടും. ഇതൊരു പോയിന്റാണ്, നല്ലൊരു പോയിന്റാണ് സ്റ്റോക്കിനെ കുറിച്ച്. മറ്റ് സാമ്പത്തിക കാര്യങ്ങളല്ല പറയുന്നത്, മാനസികമായി നമുക്കൊരു സന്തോഷം തരുന്നൊരു പോയിന്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നമ്മളത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു സ്റ്റോക്കല്ല, പല പല സ്റ്റോക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ഫണ്ട് മാനേജർ എടുത്തു വന്നിട്ട് അവരാണിത് മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ഓണർഷിപ്പ് എന്നുള്ള രൂപത്തിൽ ഡയറക്റ്റ് പറയാൻ കഴിയില്ല. നമ്മുടെ അടുത്ത് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ചിലതിൽ 20 കമ്പനികളുണ്ടാവും, 30 കമ്പനികളുണ്ടാവും, 60ഓളം കമ്പനികൾ വരെ ഉണ്ടാവും ചില മ്യൂച്വൽ ഫണ്ടിലൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്പനിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ള രൂപത്തിലുള്ള ഒരു ആത്മസംതൃപ്തി കിട്ടാൻ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് സാധ്യമല്ല, അത്രത്തോളം സാധ്യമല്ല. ഇതുപോലെ പിന്നെ അടുത്ത കാര്യം, സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് എത്രയും ആവാം. നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റ് വളരെ നല്ല പ്രോഫിറ്റ് കിട്ടും. കാരണം വെച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കാണ് മേടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബൂം ചെയ്യണ, നമ്മൾ എടുത്ത സ്റ്റോക്ക്, നമ്മൾ മേടിച്ച സ്റ്റോക്ക് ബൂം ചെയ്തു കഴിഞ്ഞാൽ, അത് വളർന്ന് വളരെ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും വരുമാനമാണ്. അതിന് എത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാൻ കഴിയില്ല, അത്രയും വരുമാനം നമുക്ക് വരും ഒരൊറ്റ സ്റ്റോക്ക്, ആ ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് കൊണ്ട്. ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ 10, 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്പനികളുടെ ഒരു മിശ്രണമാണിത്, ഒരു മിശ്രിതമാണ്, ഒരു മിക്സിംഗ് ആണിത്. എല്ലാതിൻ്റെയും കുറച്ച് ചെറു പാർട്ടുകളായതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ മേടിച്ച ആ സ്റ്റോക്കും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ABC കമ്പനിയുടെയും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ എത്രത്തോളം അത് വളരുന്നു അത്രയും സ്റ്റോക്കിൻ്റെ വരുമാനം നമുക്ക് കിട്ടുമ്പോൾ, ഇവിടെ നമ്മൾ 30 കമ്പനികളാണ് ഉദാഹരണത്തിന് ഉണ്ടെങ്കിൽ അതിലൊരു 15ഓ 10ഓ കമ്പനികൾ ബൂം ചെയ്ത് കഴിഞ്ഞാൽ, അത് വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാലും ബാക്കിയുള്ള കമ്പനികളുടെ ഒരു നേരിയ ചലനം താഴോട്ടോ മേലേക്കോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്ന പോലുള്ള ലാഭം ഇവിടെ ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? കാരണം ഇതിൽ എല്ലാ കമ്പനികളും ഉണ്ട്. അപ്പോൾ ചില കമ്പനികൾ താഴത്തേക്ക് വരും, ചിലത് മേലേക്ക് പോകും. അപ്പോൾ ഒരു ആവറേജ് എന്നുള്ളതാണ് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കിട്ടുന്നത് മുഴുവൻ നമുക്ക് കിട്ടും. ആ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇതിൻ്റെ നമ്മളുടെ സാമ്പത്തികമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞു, അവന് നമുക്ക് മാനസികമായിട്ട് സന്തോഷം പറഞ്ഞു. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ ഒരു പ്രത്യേകത ഇതാണ്. കാരണം മ്യൂച്വൽ ഫണ്ട് നമുക്ക് അമിതമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ സ്റ്റോക്കിൽ അങ്ങനെയല്ല, നമുക്ക് സ്റ്റോക്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്, നല്ല ബൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടും. ഡോട്ട് ദ പോയിന്റ്. അതേപോലെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആണെങ്കിൽ നമ്മളത് മുഴുവൻ ബാധ്യതകൾ നമ്മൾ സഹിക്കേണ്ടി വരും, നമുക്ക് ലോസ് തന്നെ ആയിരിക്കും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ അവിടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, നമുക്ക് ഇവിടെ ആവറേജിൽ പിടിച്ചു നിൽക്കും. കാരണം നമ്മൾ ഇത്രയും കമ്പനികളുടെ ഒരു യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ പകുതിയോ അല്ലെങ്കിൽ 4ഓ 5ഓ കമ്പനികളോ ലോസ് പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള കമ്പനികളുടെ ഗ്രോത്ത് കൊണ്ട് അത് നമുക്ക് അവിടെ നഷ്ടത്തിനെ നമുക്ക് എത്രയും ചുരുക്കി നമുക്ക് നഷ്ടമില്ലാത്ത രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. 99.99% അതാണ് അതിൻ്റെ സത്യം. ബട്ട് വലിയ ക്രാഷ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതും താഴെ പോകും. ഓക്കെ, അതാണ് ഈ സാമ്പത്തികമായിട്ട് ഇതിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റോക്കാണെങ്കിൽ ആ സ്റ്റോക്ക് വാങ്ങിക്കുവാൻ നമ്മൾ റിസ്ക് എടുക്കണം. നമ്മൾ സ്വന്തം റിസ്ക്കാണ് അത് സെലക്ട് ചെയ്യേണ്ടതും എല്ലാതും നമ്മളാണ്. എപ്പോഴാണ് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് പർട്ടിക്കുലർ ഏത് വാങ്ങാം, ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് ഈ സ്വാതന്ത്ര്യങ്ങൾ ഇല്ല എന്ന് മുൻ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിന് നമുക്ക് കുറച്ച് ചിലവുകൾ കൂടുതൽ വരും. ഇപ്പോൾ സ്റ്റോക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് റിസ്ക് എടുത്ത് നമ്മുടെ ടൈമും നമ്മുടെ ബുദ്ധിയും നമ്മുടെ എക്സ്പീരിയൻസും വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇതിന് ബാക്കിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു വരുമാനമാണല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ളൊരു ചാർജ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് അങ്ങനെ ഒരു ചാർജ് കൂടി ഇവിടെ മൈനസ് ആവും.
പിന്നെ നമുക്കുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു കാര്യം SIP ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും SIP ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മേൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ സ്റ്റോക്കിൽ SIP ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ്, ഒന്ന് ശ്രദ്ധിക്കണം. കാരണം മ്യൂച്വൽ ഫണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് മന്ത്ലി നമുക്ക് പിന്നെ കറക്റ്റായിട്ട് പിന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്കൊരു SIP ചെയ്യാൻ വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, കുറച്ച് ഈസിയാണ്. പക്ഷെ സ്റ്റോക്സ് അങ്ങനെയല്ല, പല വേരിയേഷനും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനും അതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിവ് വേണം. അപ്പം മൊത്തം കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരിക്കലും സ്റ്റോക്കാണ് നല്ലതെന്നോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണ് നല്ലതെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഓരോ ആളുകളുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. കാരണം എനിക്ക് വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്കതിന് സമയമില്ല, എനിക്കതിനുള്ള അറിവില്ല. ഇനി അറിവ് എങ്ങനെയും കണ്ടെത്താനോ അല്ലെങ്കിൽ പഠിക്കാനോ ഉള്ള സമയമില്ല, താല്പര്യമില്ല. അത് ചില അങ്ങനെ മൈൻഡ് സെറ്റ്, അങ്ങനെ ഓരോ ആളുകളും ഓരോ രൂപത്തിലായിരിക്കുമല്ലോ, എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ മ്യൂച്വൽ ഫണ്ടാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഏർണിംഗ് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, ഓക്കെ, കുഴപ്പമില്ലാത്ത രൂപത്തിൽ പോവാം എന്നുള്ളതാണെങ്കിൽ അവർക്ക് നല്ലത് മ്യൂച്വൽ ഫണ്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റോക്സ് അത്യാവശ്യം പൈസ പിന്നെ എന്താണ് ലോസ് വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, അതേമാതിരി എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഹാപ്പി. രണ്ടും എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അതുപോലെ എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ അനലൈസ് ചെയ്യാനും അതേപോലെ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളും എനിക്കറിയാം, എനിക്ക് സമയവും ഉണ്ട് എങ്കിൽ നല്ലത് സ്റ്റോക്കാണ്. അതും അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റിന് വിട്ടുകൊടുക്കുക. അല്ലാതെ ഇത് രണ്ടും നല്ലതാണെന്നോ മോശമാണെന്നോ നമുക്കൊരാൾ പറയാൻ കഴിയില്ല. വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് SIP, ഇതിൽ രണ്ടിലും SIP ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ വരുന്ന എന്തെല്ലാം മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം പോസിറ്റീവ് ഉണ്ട് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. പിന്നെ ഈ രണ്ട് കാര്യത്തിലും എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇനി വരുന്നത് പിന്നെ സർവീസ് ചാർജിനെ കുറിച്ച് പറഞ്ഞു, അതേമാതിരി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഇതിന് നമുക്ക് ലഭിക്കാൻ പോകുന്നതായാലും നഷ്ടപ്പെടുത്താൻ പോകുന്നതായാലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച്. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് ചെയ്യാം, അല്ല അറിയാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും മെസ്സേജ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു സുഹൃത്ത്, ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിരുന്നു. അവർ ദുബായിലാണ്, UAE-യിലാണ്. അപ്പോൾ അവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർ പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് പ്രവാസികൾക്ക് തുടങ്ങുന്നതിന് കുഴപ്പമില്ല, കുറച്ച് സാങ്കേതികമായിട്ട് നാട്ടിൽ നിന്ന് തുടങ്ങുന്ന പോലെ അത്ര ഈസി അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും ഈ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ SIP-ൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ മറ്റൊരു സുഹൃത്ത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചിരുന്നു. കാരണം ലക്ഷങ്ങളും കോടികളെല്ലാം മുടക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലുള്ള സ്ഥാപനങ്ങളും അവരോരോ ടെക്നോളജികളും സ്ട്രാറ്റജികളും പഠിപ്പിച്ചിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ ആളുകൾ പണം ഒരുപാട് മുടക്കി ഇതിലൊരുപാട് സ്കാം, അതായത് നമ്മൾ ഓരോ പ്ലാൻ ചെയ്ത് കൊണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ പൈസ അടിച്ചു മാറ്റിയല്ല പൈസ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ വിവരങ്ങൾ വെച്ച് പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ചെറിയ വിവരങ്ങൾ വെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് നല്ല രൂപത്തിൽ പറഞ്ഞിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി ആ ഒരു സുഹൃത്തിൻ്റെ ആ ഒരു ഒബ്സർവേഷൻ കണ്ടിട്ട്. കാരണം സത്യമാണ്, നമ്മൾ ഒരു വളരെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടിൽ ഈ ഒരു ചിന്തയിൽ പോയി ഇതിൽ ചാടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സുഹൃത്തിൻ്റെ ആ ഒരു കമൻറ്റ് ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, അത് യാഥാർത്ഥ്യമാണ്. നമ്മളൊരിക്കലും നെഗറ്റീവായിട്ടെല്ലാം എടുക്കുന്നത് സത്യമാണ്. കാരണം നമ്മൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ജോലിയും ചെയ്യാതെ വീട്ടിലിരുന്ന് കാശ് ഉണ്ടാക്കാന്നുള്ള ചിന്താഗതിയാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കരുത്. വളരെ റിസ്ക്കും വളരെ ബുദ്ധിമുട്ടും അത്രത്തോളം ടെൻഷനുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഞാൻ പറയട്ടെ, സ്കാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതും നമുക്ക് സത്യസന്ധമായിട്ട് തന്നെ പറയാം. അതേപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതേപോലെ തഴച്ചു വളരുന്നുണ്ട് ഒരു ഭാഗത്ത്. അത് പഠിപ്പിക്കാം, ആ സ്ട്രാറ്റജി പഠിപ്പിക്കാം, ഈ സ്ട്രാറ്റജി പഠിപ്പിക്കാം. ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഇത്രയും സ്ട്രാറ്റജി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് പഠിപ്പിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ചെയ്താൽ പോരെ? ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ട്, ഇതിലുള്ള ഷെയർ കാര്യങ്ങൾ അവിടെ ഉണ്ട്, ഫിനാൻഷ്യൽ പൈസ അവിടെ ഉണ്ട്,
ഈ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ ഇത്ര ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് 10,000 50,000 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് എന്ത് സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാതും ഒരു മിതമായ കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും ഹാപ്പി ആയി പോണ രൂപത്തിൽ എല്ലാവർക്കും പിന്നെ വലിയ വലിയ ഓഫറുകളോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ചിന്തയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതെ സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും സഹകരിക്കണം, എല്ലാവർക്കും നല്ലതല്ലേ, ആ രൂപത്തിൽ ചിന്തിക്കുക. എനിവേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മുൻ വീഡിയോകൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ. അതുപോലെ തന്നെ വരുന്ന വീഡിയോകളും നിങ്ങൾ കാണുക, മുൻ വീഡിയോകൾ കണ്ട പോലെ തന്നെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.